ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് എൻ്റെ ഒരു വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ കോളേജിൽ കൊണ്ടുപോകുമ്പം എന്തൊക്കെ സാധനങ്ങൾ ഞാൻ എൻ്റെ ബാഗിൽ കൊണ്ടുപോകും എന്നൊക്കെയാണ്. ഓക്കെ ഓക്കെ എനിവേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നോക്കാം. ഇതാണ് ഞാൻ കോളേജിൽ കൊണ്ടുപോകുന്ന ബാഗ്. ഇത് ഞാനൊരു 6 മാസം മുന്നേ ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഭയങ്കര നല്ലൊരു ബാഗാണ്. എത്ര സാധനം വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സൈഡ് ബാഗ് വാങ്ങിച്ചായിരുന്നു. അത് നല്ലതാണ്, ഇതും നല്ലതാണ്. മഴ സമയത്തൊക്കെ ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ബാഗ്. ഓക്കെ, ഇതിൽ ഒത്തിരി ഉറകളുണ്ട്. ഇതിൽ കുറേ ഉറകൾ, എനിക്ക് തോന്നുന്നൊരു 1 2 3 4 5 അകത്തും ഉറകളുണ്ട്. 5 6 ഒരു 7 8 ഉറകൾ ഇതിനകത്ത് ഉണ്ട്. അപ്പം ഇതിൽ ഞാൻ ഈ ഫസ്റ്റ് ഉറയിൽ എയർപോഡ് ഉണ്ടാവും. എയർപോഡ് ഞാൻ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. എന്നാലും ഇപ്പം ഞാൻ തന്നെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയില്ലെങ്കിലാണ് ഇതിന് കൂടുതൽ ഉപയോഗം തോന്നുക. ഉണ്ടെങ്കിൽ ഞാൻ അധികം ഉപയോഗിക്കാറില്ല. എനിക്ക് എയർപോഡ് വെക്കുമ്പോൾ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല. വീട്ടിലാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എയർപോഡ് വെക്കാൻ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. പിന്നെ കുറച്ച് ചില്ലറ പൈസ നമുക്ക് അല്ലേ, അപ്പം അതിൻ്റെ കുറച്ച് ചില്ലറ പൈസകളുണ്ടാവും. ഓക്കെ, ഈ ഒരു ഉറയിൽ അത്രേ ഉണ്ടാവുള്ളേ. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ ഒരു ഇതുണ്ട്. ഇവിടെ ഓക്കെ, ഫസ്റ്റ് ചാർജർ. എൻ്റെ ഫോണിൽ അങ്ങനെ അത്ര ചാർജ് ഒത്തിരി നേരം ഒരു കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ ചാർജ് വരെ നിൽക്കത്തില്ല. അപ്പോൾ ഞാൻ ചാർജർ എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. പിന്നെ എൻ്റെ കണ്ണാടി, ഇതാണ് എൻ്റെ കണ്ണാടി. ഓക്കെ, പവർ ഗ്ലാസ് ആണേ. ഇത് ഞാൻ ലെൻസ് കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് അത്ര ഇഷ്ടമല്ല ഇത്. ഇതല്ലേ, റെക്റ്റാങ്കിൾ അല്ലേ, എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഞാൻ വെക്കാറുണ്ട്. വെച്ചില്ലെങ്കിൽ എനിക്ക് തലവേദന എടുക്കും, അപ്പം ഞാൻ വെക്കാറുണ്ട്. പിന്നെ ടിഷ്യൂ, പോക്കറ്റ് ടിഷ്യൂ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്ക്. ഇപ്പം നമ്മൾ ബസ്സിലൊക്കെ എത്രയും പാലിൽ നമ്മുടെ കാലിലൊക്കെ ചവിട്ടും, അങ്ങനെ കുറേ ഇതുണ്ടല്ലോ. പിന്നെ എൻ്റെ കൈ എപ്പോഴും വേർക്കും. അപ്പോൾ എനിക്ക് ടിഷ്യൂ, ഞാൻ ചിലപ്പം കർച്ചീഫ് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു. അപ്പം ഞാൻ ടിഷ്യൂ പേപ്പർ എപ്പോഴും എൻ്റെ കൂടെ കാണും. പിന്നെ ഒരു കോമ്പ് ഉണ്ടായിരിക്കും. കോമ്പ് ഞാൻ അധികം യൂസ് ചെയ്തില്ല. മുടി ഇങ്ങനെ അഴിച്ചിട്ടേക്കുവാണെങ്കിൽ കോമ്പ് യൂസ് ചെയ്യും. പിന്നെ നിവ്യയുടെ ഒരു ക്രീം ചുമ്മാ കണ്ടപ്പോൾ എടുത്തിട്ടതാണ്, ബാഗിൽ യൂസ് ചെയ്തൊന്നുമില്ല. പിന്നെ ഒരു സാനിറ്റൈസർ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കഴിക്കില്ലേ, ചിക്കനും മീനും ഒക്കെ അവിടെ വെച്ച് കഴിക്കുമ്പം അത്ര സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സാനിറ്റൈസർ എടുത്തത്. പക്ഷേ അതിലും നല്ലത് ഹാൻഡ് വാഷോ അല്ലെങ്കിൽ മറ്റേ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, സോപ്പിൻ്റെ ഉണ്ടല്ലോ, അത് വേണം എന്ന് എനിക്കുണ്ട്. പക്ഷേ തൽക്കാലം ഇതുള്ളത് കൊണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യുന്നു. ഇത് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ആ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. കൈ ഭയങ്കര ഡ്രൈ ആക്കും. പക്ഷേ ഇതിൻ്റെ മണം സൂപ്പറാട്ടോ. പിന്നെ ഓക്കെ, പിന്നെ ഒരു ലിപ് ബാം ഉണ്ടായിരിക്കും. ലിപ് ബാം ഉണ്ടായിരിക്കും. പിന്നെ ഒരു ഫോഗിൻ്റെ ഒരു റോൾ ഓൺ പെർഫ്യൂമാണ്. ഇതാണെങ്കിൽ എനിക്ക് ഉപ്പാപ്പനാണെങ്കിൽ കൊണ്ട് തന്നതാണ്. ഞാൻ അത്ര പെർഫ്യൂം പേഴ്സൺ അല്ല. എനിക്ക് പണ്ട് മുതലേ ഞാൻ അങ്ങനെ ഇതൊന്നും ഉപയോഗിക്കാറില്ല. എനിക്ക് തലവേദന എടുക്കും. ഭയങ്കര ഇച്ചിരി ഭയങ്കര ഒരു ഇതായിട്ടുള്ള മണമാണെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന എടുക്കും. പക്ഷേ ഇത് നല്ല മണമാണ് ഇതിന്. അപ്പോൾ നല്ലൊരു പ്രത്യേക മണമാണ് ഇതിന്. എനിക്ക് ഈ മണം ഭയങ്കര ഇഷ്ടമാണ്. സോ ഒരു പെർഫ്യൂം ഉച്ച കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യും. പിന്നെ ഒരു ബാൻഡ് ഉണ്ടായിരിക്കും. അത്രയാണ് ഈ ഒരു ഉറയിൽ. പിന്നെ അകത്തോട്ട് വരുമ്പോൾ കുട. നമുക്കറിയാം ഇപ്പം മഴക്കാലമാണ്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും നിങ്ങൾ കുട യൂസ് ചെയ്യുക. മഴയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് കുട യൂസ് ചെയ്യണമല്ലോ. പിന്നെ വെയിലാണെങ്കിലും നിങ്ങൾ കുട യൂസ് ചെയ്യുക.
പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് കവർ, ഇതിനകത്തിട്ടുകൊണ്ടാണ് ഞാൻ ഈ ഇത് ഫുഡില്ലേ ലഞ്ച് അത് കൊണ്ടുപോകുന്നത് ഇതിനകത്ത് വെച്ചിട്ടാണ്. അപ്പം ഇതിനകത്ത് എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തേ ആവത്തുള്ളൂ, നമ്മുടെ ബാഗിനകത്തോട്ട് ആവത്തില്ല. എണ്ണമയമൊക്കെ നമ്മുടെ ബാഗിലായി കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലായിരിക്കും. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യും. പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറ്, അത് ഈ കുട മഴയാവുമ്പോൾ നനയുമല്ലോ, നനഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് ബാഗിനകത്ത് വെക്കും. അല്ലെങ്കിൽ ബസ്സിനകത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ. അപ്പം ആ ഒരു ഉറയിൽ ഇതിൽ അത്രയേ ഉള്ളേ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഉറയിൽ എന്തൊക്കെയാണ്, ഫസ്റ്റ് ഇത് ഞങ്ങളുടെ മിസ്സാണെങ്കിൽ ഞങ്ങൾക്ക് കോപ്പി എടുക്കാൻ വേണ്ടി തന്നെ ഞങ്ങളുടെ സിലബസ് ദോ ബൈലുങ്കി കഥ എന്ന് പറയുന്ന ഒരു ഇത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പ്രിൻ്റ് തന്നാണ് ഞങ്ങൾക്ക്. ഈ ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് അറിയാം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പ്രിൻ്റൊക്കെ എടുത്തിട്ട് വേണം, അല്ലാതെ ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പ്രിൻ്റ് ഉണ്ടായിരിക്കും. ടെക്സ്റ്റ് ബുക്ക് ഒന്നും വന്നിട്ടില്ല, വരുമോന്നും അറിയില്ല. സോ അങ്ങനെ. പിന്നെ ഒരു ബുക്ക്, ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഇതിന് 5-in-1 ബുക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഇത് ഞാൻ കടയിൽ പോയപ്പം ഇതിനെപ്പറ്റി 4 പറയാനുണ്ട്. ഓക്കെ, ഇത് കടയിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തിന് പറഞ്ഞ് 5-in-1 ബുക്കാണിത്. ഞങ്ങൾക്ക് മൊത്തം 6 സബ്ജക്റ്റാണ് ഉള്ളത്. അപ്പം 5-in-1 ബുക്ക് എന്ന് പറയുമ്പം 5 സബ്ജക്റ്റ് ഇതിനകത്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാനിത് എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സബ്ജക്റ്റിനും നോട്ട്സ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോട്ട്സ് എഴുതേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതിന് മാത്രം നോട്ട് എഴുതിയാൽ മതി. അപ്പം ടെക്സ്റ്റ് ബുക്ക് വരുമ്പോൾ നമുക്ക് നോട്ട്, അപ്പം അത്രയും സബ്ജക്റ്റ് കുറയുമല്ലോ. അപ്പോൾ ആണ് ഞാനിത് എടുത്തത്. ഇത് എടുത്തത് വരെ എനിക്ക് റിഗ്രറ്റ് തോന്നിയില്ല, എനിക്ക് വേണമെന്ന് തോന്നിയില്ല. പിന്നെ അമ്മ ഒന്ന് എടുത്തോന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തതാണേ. പക്ഷേ ഇത് എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ കാണിക്കാം വെയിറ്റ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ എഴുതുമ്പം എനിക്ക് പ്രശ്നമില്ല. ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ എഴുതുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ ഇങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. കാരണം ഇവിടെ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് നമ്മുടെ കൈ ഇങ്ങനെ തട്ടി നിൽക്കും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ മൊത്തത്തിൽ ഈ ഒരു ബുക്ക് കണ്ടു കഴിയുമ്പോഴും നല്ലൊരു ഭംഗിയാണ്. എന്നോട് 1-2 പേര് ചോദിച്ചായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്, നല്ല രസമുണ്ടെന്ന്. പിന്നെ നമുക്ക് 1 വർഷമൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സബ്ജക്റ്റ് ഒത്തിരി നോട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മതിയാവില്ല. അപ്പം ഈ ഒരു ബുക്ക്, പക്ഷേ എനിക്ക് ഈ ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോറി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചാണ് അതിൻ്റെ ഒരു കുഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കുഞ്ഞതാണ് ഇത്. അപ്പം ഇത് വാങ്ങിച്ചത് ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. അതിന് മുന്നേ ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഞാനങ്ങനെ ടു ഡു ലിസ്റ്റ് എഴുതാറില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ ഇതുവരെ ടു ഡു ലിസ്റ്റ് എഴുതാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് എഴുതി നോക്കൂ, സൂപ്പറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവരും, ഞാൻ ഇപ്പോൾ വിചാരിക്കും നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മളങ്ങ് ചെയ്താൽ പോരെ, എന്തിനു എഴുതി വലിയ ഷോ അല്ല എന്തിനാ നമ്മൾ എഴുതുന്നത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു 2 ആഴ്ച കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ടു ഡു ലിസ്റ്റിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതുന്നുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നാളെ നമ്മൾ ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്ന കാര്യം നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടോ നമ്മുടെ മടി കൊണ്ടോ നമുക്കത് ചെയ്യാൻ പറ്റാതെ ചെയ്യേണ്ടി വരാം. അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് ഇതിൻ്റെ ഒരു ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ടിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെപ്പറ്റി ഓർത്തിട്ട് നമുക്ക് ഭയങ്കര ഒരു റിഗ്രറ്റ് തോന്നും. ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും. ചെയ്യാത്ത കാര്യങ്ങൾ, അയ്യോ എന്തുകൊണ്ട് ഞാനത് ചെയ്തില്ല, എനിക്ക് മടി കാരണമാണല്ലോ ഞാനത് ചെയ്യാഞ്ഞത് എന്നോർത്തിട്ട് ഞാൻ നാളെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പം പിന്നെ എനിക്ക് മറവിയുണ്ട്, ഞാനങ്ങനെ ഇന്നത് ചെയ്യണമെന്ന് അപ്പം ഞാൻ എഴുതി വെക്കും. അപ്പം ഇതിനെപ്പറ്റി എനിക്ക് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ ഞാൻ എഴുതിയത് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എഴുതിയത്. ഓക്കെ, ഇതെടുക്കാം. ഈ ഒരു ദിവസം ഞാൻ എഴുതിയതിൽ ആകെ 2-3 കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൽ ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ്. പക്ഷേ നെക്സ്റ്റ് ഡേ വന്നപ്പം ഞാൻ ഭയങ്കരമായിട്ട് ചെയ്ത കാര്യങ്ങളാണ് കൂടുതലും, ചെയ്യാത്ത കാര്യങ്ങൾ കുറവാണ്. അപ്പം നിങ്ങൾ ടു ഡു ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അതെല്ലാം ചെയ്യണം എന്നില്ല. പക്ഷേ
പോകെ പോകെ നിങ്ങളത് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് റിഗ്രറ്റ് വരും. അപ്പോൾ ടു ഡു ലിസ്റ്റ് എഴുതാത്തവരാണെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും, നിങ്ങൾ സ്റ്റുഡൻറ്റോ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ടു ഡു ലിസ്റ്റ് എഴുതാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് ഭയങ്കര നല്ലതായിരിക്കും നിങ്ങൾക്ക്. അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഇതിൽ എൻ്റെ ഒരു പൗച്ചുണ്ട്, നല്ല ക്യൂട്ടായിട്ടില്ലേ. ഇത് ഞാൻ അലങ്കാറിൽ പോയപ്പം അവിടെ പൗച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഉള്ളതിൽ നല്ലത് ഇതായിരുന്നു. അപ്പം ഞാൻ ഇതെടുത്തത്. ഇതിൽ 2 ഒറയാണ് വരുന്നത്. ഒന്നാണെങ്കിൽ ഒരു ഡയറി, ഇത് ഇങ്ങനെ കൊച്ചു പിള്ളേർ വേണ്ടിയിട്ടുണ്ടല്ലോ, കിൻഡർ ജോയ്ക്കകത്തുനിന്ന് കിട്ടിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന്. പിന്നെ ഒരു ഷെല്ല് എൻ്റെ ക്ലാസ്സിലെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. പിന്നെ ഒരു സ്മൈലി, ഇതെനിക്ക് എവിടെ നിന്ന് കിട്ടി? ഞാനൊരു പൗച്ച് കാണിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നായിരുന്നു ഈ സ്മൈലി. പിന്നെ ഒരു ചെറിയ കൊന്ത, അതെനിക്ക് അമ്മ തന്നാണ്. പിന്നെ ഒരു കളർ വാക്സ് ക്രയോണ്. പിന്നെ ഒരു ഹൈലൈറ്റർ. നിങ്ങൾ ഹൈലൈറ്റർ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഹൈലൈറ്റർ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. ശരിക്കും ഉണ്ടല്ലോ, ഈ ഹൈലൈറ്റർ നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ടൊന്ന് അട്രാക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. നിങ്ങൾക്ക് പഠിക്കണമെന്ന് തോന്നാത്തവരാണെങ്കിൽ ഈ ഹൈലൈറ്റർ വരച്ചേക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് വായിക്കണമെന്ന് തോന്നും. സോ ഇറ്റ്സ് യൂസ്. പിന്നെ മാർക്ക്, പിന്നെന്താ സ്കെയില്, പെൻസില്, മാർക്കർ, പേന. ഞാൻ ഇങ്ങനത്തെ പേനാണ് യൂസ് ചെയ്യുന്നത്, അടിപൊളി. പിന്നെ ഇതിലൊരു ലിപ് ബാം, കട്ടർ, ഷാർപ്നർ എന്നൊക്കെ പറയും. പിന്നെ റേസർ, റബ്ബർ, ഇതൊക്കെ. പിന്നെ ഇതും എൻ്റെ ഫ്രണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഇത് പ്ലാസ്റ്റിക് ആണേ. പിന്നെ ആക്സോയിൽ എനിക്ക് എപ്പോഴും തലവേദന എടുക്കും, മൈഗ്രെയിൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസമല്ല, എനിക്ക് എപ്പോഴും എല്ലാത്തിനും എനിക്ക് തലവേദനയാണ്. അപ്പം ഇത് അടിപൊളിയാണ്. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്കൊരു സീക്രട്ട് റൂമുണ്ട്. അവിടെ നമ്മുടെ പാഡ്, സാനിറ്ററി കപ്പ്, മെൻസ്ട്രൽ കപ്പല്ലേ അത്. പിന്നെ ബാക്കിലും കുറയും. ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ച് തിന്ന മുട്ടായിയുടെ കവറാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, നമുക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഒരു 99 രൂപ മുടക്കുന്നതിൽ തെറ്റില്ല. ഇങ്ങനെ ഒരു ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇത് 99 രൂപയ്ക്ക് ഇത്രയും വലുത് നമുക്ക് ചെടിക്ക് ഇത് മൊത്തം കഴിക്കുമ്പോഴത്തേനും ഞാൻ മൊത്തം കഴിച്ചു. ഓക്കെ, ഇത്രയൊക്കെയാണ് എൻ്റെ ബാഗിനകത്തുള്ളത്. സോ ഇഫ് യു ലൈക്ക്, ഞാൻ പിന്നെയും പറയണം, ഇഫ് യു ലൈക്ക് മൈ വീഡിയോ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അതെനിക്ക് ഭയങ്കര ഒരു ഉപകാരമായിരിക്കും. സോ എനിക്കിപ്പം 40 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്ക് അറിയുക പോലും ചെയ്യാത്ത കുറച്ച് പേര് എനിക്കറിയാവുന്നവരുണ്ടാവും, ബാക്കി കുറേ അധികം ആൾക്കാർ എനിക്ക് അറിയാത്തവരാണ്. 40 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പം 0 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 40 സബ്സ്ക്രൈബേഴ്സ് ആവാന്നുള്ളത് അതൊരു, നിങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെങ്കിൽ എനിക്കത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ, താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് മൈ ചാനൽ, ആൻഡ് താങ്ക് യു. ബൈ.